നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിൽ അഭിവാദ്യം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. 45 മിനിറ്റ് നീണ്ടുനിന്നു പ്രസംഗം. വിഴിഞ്ഞം തുറമുഖം പുതുതലമുറയുടെ വികസനത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത കേരളത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന ആഹ്വാനവുമായി അദ്ദേഹം. വിഴിഞ്ഞം കേരളത്തിനും രാജ്യത്തിനും നേട്ടമാകുമെന്നും അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. അങ്ങനെ നമ്മൾ അതും നേടിയെടുത്തുവെന്നും ഇത് അഭിമാന നിമിഷമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് മരം കടപുഴകി വീണ് 4 പേർ മരിച്ചു. ദ്വാരകയിൽ വീടിന് മുകളിൽ മരം വീണ് അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ശക്തമായ കാറ്റും ഇടിമിന്നലുമുണ്ട്. ഇന്ന് പുലർച്ചെ പെയ്ത അപ്രതീക്ഷിത മഴയിൽ ഡൽഹിയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. അതത് എയർലൈനുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയാൽ മതിയെന്ന് ഡൽഹി വിമാനത്താവളത്തിലെ അധികൃതർ നിർദ്ദേശം നൽകി. ഡൽഹിയിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ രഹസ്യ വിഭാഗമായ ISIയുടെയും ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെയും സംയുക്ത പ്രവർത്തനമുണ്ടെന്ന സൂചന നൽകി അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ട്. ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന ലഷ്കർ-ഇ തോയ്ബ നടത്തിയതെന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷ ചെയ്തതിൽ പിഴവ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള മോദിയുടെ രാഷ്ട്രീയ പരാമർശം പരിഭാഷകന് മനസ്സിലായില്ല. ഇത് തെറ്റായി പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. പരിഭാഷകനോട് നിങ്ങൾ ഈ പരിഭാഷ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് മോദി ചോദിച്ചു. അതേസമയം പരിഭാഷ ശരിയായില്ലെന്നും പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി BJP നേതാക്കൾ. 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് കണ്ടുകിട്ടിയ നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പാർട്ടി പിൻവലിച്ച തുകയാണ് ആദായ നികുതി വകുപ്പ് കണ്ടുകിട്ടിയത്. പിൻവലിച്ച തുക പിന്നീട് മരവിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് ഇടാൻ എത്തിയതും പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ 1 കോടി രൂപ പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ നിലപാട്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ നടുറോഡിൽ വെച്ച് വിജിലൻസിന്റെ പിടിയിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ A. സ്വപ്നയെ കൊച്ചി കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു. വിജിലൻസിന്റെ അഴിമതി പട്ടികയിലെ മുൻനിരക്കാരിയായിരുന്നു സ്വപ്ന. വിജിലൻസ് തയ്യാറാക്കിയ പട്ടികയിൽ കോർപ്പറേഷന്റെ വൈറ്റിലയിലുള്ള സോണൽ ഓഫീസിലെ മറ്റുദ്യോഗസ്ഥരുമുണ്ട്. ഓഫീസിനെതിരെ മുൻപും അഴിമതി ആരോപണം ഉയർന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ ഗൗതം അദാനിയെ കുറിച്ചുള്ള മന്ത്രി VN വാസവന്റെ പരാമർശത്തെ എടുത്തുകാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ പങ്കാളിയെന്നാണ് മന്ത്രി VN വാസവൻ സ്വാഗത പ്രസംഗത്തിൽ ഗൗതം അദാനിയെ വിശേഷിപ്പിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പങ്കാളി എന്ന് വിശേഷിപ്പിക്കുകയും സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇതാണ് മാറുന്ന ഭാരതമെന്നും നരേന്ദ്രമോദി. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക സംഘർഷം ഒഴിവാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ട സഹായങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരത്തെയും വാൻസ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. പെരുമ്പാവൂരിൽ 126 ഗ്രാം ഹെറോയിനുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. 10 സോപ്പ് പെട്ടി ബോക്സുകളിലാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണികളിൽ ഒരാളാണ് പിടിയിലായവരിൽ ഒരാൾ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിനാണ് മയക്കുമരുന്ന് എത്തിച്ചത്. ജില്ലാ പോലീസ് മേധാവി M. ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്.